ഇവിടെ കിടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് പോലെ വല്ല രാജ്യങ്ങളിലും ഒന്നും പോയിട്ട് ഇതൊന്നും നടപ്പില്ല. UAE വിരുദ്ധ നിലപാടുള്ളവർക്കും ഇറാൻ അനുകൂല വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നവരെയും അറസ്റ്റ്. എങ്ങനെയുണ്ട്? 45 ലക്ഷം രൂപ പിഴ ഈടാക്കാൻ UAE. ഇവിടെ ഇരുന്നിട്ട് UAEയെ പറയാം, സൗദി അറേബ്യയെ പറയാം, പക്ഷെ അവരെ അടിക്കുന്ന ഇറാനെ ഇവിടെ ഇരുന്നിട്ട് പിന്തുണയ്ക്കാൻ പറ്റും. അന്നം തരുന്ന രാജ്യങ്ങളിൽ ഇരുന്നിട്ട് അവരെ അടിക്കുന്ന ഇറാനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാൻ പറ്റുമോ? മോദിയുമായും ഇന്ത്യയുമായും ഞങ്ങൾക്ക് വലിയ ബന്ധം. എന്നാൽ ഇറാൻ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹത്തെ മുൻകൂട്ടി ധരിപ്പിക്കാൻ കഴിഞ്ഞില്ല. വളരെ നല്ലത്. അതായത് ഈ പെൺകുട്ടി ആറ്റുകാൽ പൊങ്കാലയിട്ടു. ഇതൊരു ബിഗ് ബോസ് താരവും ഒരു സീരിയൽ നടിയുമൊക്കെയാണ്. ഈ പെൺകുട്ടിയെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. നമ്മുടെ കേരളത്തിലെ കാക്കാമാരെല്ലാം കൂടി ഈ കൊച്ചിനെ പൊങ്കാലയിട്ടു. അപ്പൊ ഈ കൊച്ചു പറഞ്ഞാണ്, നിങ്ങൾ മാക്സിമം കരഞ്ഞോ, എനിക്ക് സൗകര്യമുള്ള സമയത്ത് ഞാൻ എനിക്ക് സൗകര്യമുള്ളത് ചെയ്യുക. ഓക്കെ, നന്ദി ഇന്ത്യ, ഞങ്ങളുടെ മാനം കാത്തതിന് നന്ദി അറിയിച്ച ഇറാൻ. ഓ, എന്തുകൊണ്ടാണ് മലയാളി മാപ്രകൾ ഡൽഹിയിൽ ഹോളി ആഘോഷിച്ച 11 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ നിന്നും അല്പം കളർ പറ്റിയതിന് കുഞ്ഞിന്റെ ബന്ധുവിനെ മുസ്ലിം സ്ത്രീയുടെ കുടുംബം അടിച്ചു കൊന്ന വിഷയം ചർച്ച ചെയ്യാത്തത്? ഷാജി പറഞ്ഞതുപോലെ മതമാണ് 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 പ്രശ്നം ആണോ? മുൻ DGP സെൻകുമാർ സർ. ഒരു കുട്ടി, 11 വയസ്സുള്ള കുട്ടി വീടിന്റെ ടെറസിന്റെ മുകളിലെ ഹോളി ആഘോഷിച്ചതാ. അപ്പോഴേക്ക് ആ കുട്ടിയുടെ കയ്യിൽ നിന്നൊരല്പം കളർ വെള്ളം ഈ വാട്ടർ ബലൂൺ അടിച്ചപ്പോഴേക്ക് ഒരു പർദ്ദയിട്ട സ്ത്രീയുടെ ദേഹത്ത് തെറിച്ചുപോയി. അതിന്റെ പേരിൽ ആ സ്ത്രീ പോയി ഉടനെ തന്നെ ആ കുഞ്ഞും ആ കുഞ്ഞിന്റെ വീട്ടുകാരും ഒക്കെ വന്നിട്ട് ഇവരോട് മാപ്പ് പറഞ്ഞെങ്കിലും ഇവരതിന് തയ്യാറാകാതെ ഈ സ്ത്രീ പോയിട്ട് 10-30 പേരെ പറഞ്ഞു വിട്ട് അവരുടെ വീടും അട്ടിച്ച് തകർത്തവരുടെ വീട്ടിലെ ഒരു കുട്ടിയെയും അട്ടിച്ചങ്ങോട്ട് കൊന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു ചർച്ചയല്ല. റംസാൻ പ്രഭാഷണത്തിനിടെ യോഗി ആദിത്യനാഥിന്റെ വയോധികയായിട്ടുള്ള അമ്മയ്ക്ക് ആക്ഷേപം. ഇവർക്കതിന് അതല്ലേ അറിയൂ, മറ്റുള്ളവരെ തെറി പറയാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും. ആക്രമണം തുടർന്ന് ഇറാൻ. ദുബൈയിൽ പാക് സ്വദേശി കൊല്ലപ്പെട്ടു. അത് പിന്നെ പാകിസ്ഥാൻ നോക്കിക്കോളൂ. ആയത്തുള്ള അലി ഖുമേനിയുടെ മകനും പുതിയ ഇറാന്റെ പരമോന്നത നേതാവുമായിട്ടുള്ള മൊജ്തബ ഖുമേനി ഇസ്രായേലി സേന ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റു. കോമയിലാണെന്ന് എങ്ങനെ പറയും? ഇങ്ങനെയെങ്കിലും പറഞ്ഞു വെച്ചു. മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, അയൽ രാജ്യങ്ങളോട് ക്ഷമ ചോദിച്ച് ഇറാൻ പ്രസിഡന്റ്. ഉടനെ തന്നെ IRGC അത് മാറ്റി പറയിപ്പിക്കുകയും ചെയ്തു അങ്ങേരെ കൊണ്ട്. ഇറാനിലെ സംഘർഷത്തിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ അസദുദ്ദീൻ ഒവൈസി നൽകിയ മറുപടി, മാതൃരാജ്യമാണ് പ്രധാനം. അങ്ങനെ വരട്ടെ. ഇറാൻ എൻ്റെ വാപ്പയുടെ രാജ്യമല്ല, എൻ്റെ വാപ്പയുടെ രാജ്യം ഹിന്ദുസ്ഥാനാണ്. ഇതുപോലെ വിദ്യാസമ്പന്നരും രാജ്യസ്നേഹികളുമായിട്ടുള്ള മുസ്ലിം നേതാക്കളെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. യോജിക്കുന്നു, 100% യോജിക്കുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദു പൂജയ്ക്കിടെ ഇസ്ലാമിസ്റ്റ് ആക്രമികൾ ബോംബെറിഞ്ഞ് പൂജാരി ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. ഇവരെവിടെയാ സമാധാനത്തോടു കൂടി ജീവിച്ചിട്ടുള്ളത്? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയല്ലേ ജമാഅത്തെ ഇസ്ലാമി. അവിടെ ഇതൊക്കെ നടന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഖൊമേനിയുടെ മരണത്തിൽ പ്രതിഷേധിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇറാനിൽ പോയി താമസിക്കാം. US സൈന്യത്തിലെ ഇന്ത്യക്കാരി. അതെ, ഇതിനെയൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുവിടന്നേ. സൗദിയെ ഘോരമായി ആക്രമിച്ച് ഇറാൻ 5 സൗദിക്കാരെ വധിച്ചു. ഇന്ത്യക്കാർക്ക് പരിക്ക്. ബഹ്റൈന്റെ എണ്ണപ്പാടം ഇറാൻ കത്തിച്ചു. മൊജ്തബ പണി തുടങ്ങി. ശരി, അങ്ങോട്ട് ഒരു 100 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് 2 എണ്ണം 3 എണ്ണമെങ്കിലും കൊടുക്കണ്ടേ? കോമയിൽ കിടന്ന മൊജ്തബ അല്ല, IRGC ചെയ്തു. അതാ സത്യം. സ്വന്തം ഭാര്യയെ വീട്ടിൽ കയറി വെട്ടിയതിന് 11 തവണ. ഓ, കാക്കാമാരല്ലേ, പ്രതീക്ഷിച്ചാൽ മതി അതൊക്കെ തന്നെ. മൊജ്തബ ഖൊമേനിയെ വിരട്ടി ഇസ്രായേൽ. ഒളിക്കാൻ ഇറാനിൽ സുരക്ഷിതമായ ഒരിടവും ഉണ്ടാവില്ലെന്ന് ഇസ്രായേൽ. ഇയാളൊക്കെയാണ് ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നത്. ഇയാൾക്ക് തന്നെ സുരക്ഷയില്ല. മൊജ്തബ പുതിയ ഇറാൻ പരമാധികാരി ഖൊമേനിയുടെ മകൻ. അധികകാലം ഉണ്ടാവില്ലെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. സൂക്ഷിച്ചോ കാക്കാ. സൗദി അണ്ടർ അറ്റാക്ക്. US നയതന്ത്രജ്ഞനോട് രാജ്യം വിടുക എന്ന് US. ബഹ്റൈനിൽ ഇറാൻ ആക്രമണം, 32 പൗരന്മാർക്ക് പരിക്ക്. സൗദിയിൽ ഇന്ത്യക്കാർ മരിച്ചിട്ടില്ല, കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ്. ഇറാൻ സൗദിയിൽ കൊലപ്പെടുത്തിയ ആളുകളിൽ ഇന്ത്യക്കാരില്ല. ആഡംബര വീടുകൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ സംരംഭങ്ങൾ, ആഗോള സാമ്പത്തിക ശൃംഖല നിയന്ത്രിക്കുന്ന മൊജ്തബ ഖൊമേനി കോടിക്കണക്കിന് പണവും ഉണ്ടാക്കി പുരുഷന്മാരെയും ഭോഗിച്ച് നടക്കുവാണ് കാക്ക. കാക്ക കോമയിലുമായി എല്ലാം ചെയ്തു കൂട്ടിയിട്ട് കാക്ക ഇംഗ്ലണ്ടിലൊക്കെ ഇഷ്ടംപോലെ വീടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് പണം അവരുടെ ബാങ്കിൽ നിന്ന് ലോണും എടുത്തിട്ട് സുന്ദരമായിട്ട് ജീവിക്കുക.
ഹിജാബ് മറ്റ് ഇസ്ലാമിക വസ്ത്രങ്ങളോ ധരിച്ച് സ്കൂളിൽ സന്നദ്ധ സേവനം നടത്തുന്നത് കാനഡ ക്യൂബിക് നിരോധിച്ചു. ഇതൊക്കെ വലിച്ചെറിയേണ്ട സമയം കഴിഞ്ഞില്ലേ? അന്നം തരുന്ന അറബ് നാടെന്ന് ആരാധിച്ചവർ, അഭിമാനിച്ചവർ ഇന്ന് മിണ്ടത്തില്ല. വിഷമിക്കണ്ട. UAE മനോഹരമായ നാടാണ്, അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. എളുപ്പം കീഴടക്കാവുന്ന ഇരകളല്ല ഞങ്ങളെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാൻ പറഞ്ഞു. ഇറാനി അറബ് രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചപ്പോൾ നമ്മളാരും മിണ്ടത്തില്ല കേട്ടോ, അത് വേറെ. ചൈനയിലെ സിൻജിയാങ് മുസ്ലിങ്ങളെ തടങ്കൽ പാളയത്തിലാക്കി പന്നിയിറച്ചിയും മദ്യവും ഒക്കെ നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചു എന്ന് ഖത്തർ. സർക്കാർ ചാനലായിട്ടുള്ള അൽ ജസീറ റിപ്പോർട്ടുകൾ. അൽ ജസീറയല്ല, അതും പറയേണ്ട അപ്പുറവും പറയും. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഉത്തമം എന്ന് വ്യക്തമായ ഹദീസുണ്ട്. അതൊഴിവാക്കി പള്ളിയിലോ പള്ളിയോട് ചേർന്ന നിസ്കാര ഹാളിലോ അവർ വരേണ്ടതില്ല. അതിനായി ജമാഅത്ത് കമ്മിറ്റി അവിടെ സൗകര്യം ചെയ്യേണ്ടതുമില്ല. ഊളത്തായിക്ക് പെണ്ണുങ്ങളെ കാണുന്ന വലിയ പേടിയാണെന്ന് തോന്നുന്നു, നമ്മുടെ നബിയണ്ണനെ പോലെ. ഇറാൻ ഭരണകൂടത്തിൽ കടുത്ത ഭിന്നത, മിതവാദികളും തീവ്ര നിലപാടുകാരും തർക്കം. മുജ്തബ ഖൊമേനിയുടെ ഭരണം തകരുമോ? സംശയമുണ്ടോ? കൊമേനി ആയത്തുള്ള അലി ഖൊമേനിയുടെ മോനാണ്, ഇയാളാണ് അടുത്ത അധികാരത്തിൽ വരേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാനാ, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കയ്യിലിരിപ്പ് കൊണ്ട് കോമയിലായി. അപ്പോ ഇനിയിപ്പോ കൂടുതലായിട്ട് അറബ് രാജ്യങ്ങളെ അടിക്കണോ, ഇസ്രായേലിനെ അമേരിക്കയും തിരിച്ചടിക്കണോ? IRGC എന്ന് പറയുന്ന കൊമേനിയുടെ തീവ്ര നിലപാടുകാരായിട്ടുള്ള സംഘത്തിനകത്താണ് ഈ ഭിന്നത. ബഹ്റൈനിൽ ഡ്രോൺ ആക്രമണം, കുട്ടികളടക്കം 32 പേർക്ക് പരിക്ക്. ഇറാൻ ആക്രമണത്തിന് ഇരയായ ഒമാൻ സുൽത്താൻ പുതിയ ഇറാൻ പരമോന്നത നേതാവിനെ അനുമോദിച്ചു. വളരെ നല്ലത്. ഹിജാബ് വലിച്ചൂരി ഇറാനിയൻ നാഷണൽ വനിതാ ഫുട്ബോൾ ടീം ചങ്കുറപ്പ്. വലിച്ചു കള പിള്ളാരെ. ഇറാനിലേക്ക് തിരിച്ചുപോയാൽ ഭരണകൂടം കൊല്ലുമെന്ന് ട്രംപ് അഭയം നൽകി ഓസ്ട്രേലിയ. കണ്ടോ, ഒരാളുടെ വസ്ത്രധാരണത്തിലേക്ക് വരെ ഇവന്മാർ ഏത് രൂപത്തിൽ കയറുന്നു നോക്കിക്കേ. ബഹ്റൈനിൽ ഇറാന്റെ ആക്രമണ വീഡിയോ പകർത്തി ഇറാനെ പുകഴ്ത്തിയ വിദേശ പൗരന്മാരെ സേന അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. മുഹമ്മദ് മോസ്, അഫ്സൽ ഖാൻ, അർസലാൽ അലി, മുഹമ്മദ് മുംതാസ്, മുഹമ്മദ് ഇസ്രാഫിൽ, അബ്ദുൽ റഹ്മാൻ. പാകിസ്ഥാനി, ബംഗ്ലാദേശി, പാകിസ്ഥാനി. എന്തോ ചെയ്യാനാ ഇവന്മാരെയൊക്കെ. ഇതിനെയൊക്കെ അങ്ങോട്ട് തീർത്താൽ തന്നെ മതിയായിരുന്നു. ഇറാനാണ് ബഹ്റൈനെ ആക്രമിച്ചത്, എന്നിട്ട് ബഹ്റൈനിൽ ഇരുന്നിട്ട് ഇറാനെ പുകഴ്ത്തി കഴിഞ്ഞാൽ തീർന്നില്ലേ സംഗതി. മോദി പറഞ്ഞാൽ ഇറാനും ഇസ്രായേലും യുദ്ധം നിർത്തുമെന്ന് UAE. പക്ഷേ നമ്മൾ നനയ്ക്ക മാട്ടെ. ഈ യുദ്ധത്തിലെ ഇരുഭാഗത്തിനും മോദിയിൽ വിശ്വാസം. വളരെ നല്ലത്. ചങ്കുറപ്പുള്ള ഭരണാധികാരികൾ രാജ്യം ഭരിച്ചാൽ അങ്ങനെയാ. മുജ്തബ ഖൊമേനി സമാധാനത്തോടെ ജീവിക്കല, സംശയമുണ്ടോ? അയാൾ കോമയിൽ പോലും സമാധാനം ഇല്ലാതെയാ ജീവിക്കുന്നത്. ഇന്ന് രാത്രി ഇറാനിൽ ലോകം ഭയക്കുന്ന നടപടികൾ US അറിയിപ്പ്. US അറിയിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇസ്രായേൽ ലെബനനിലെ ഹിസ്ബുള്ള ഗ്രാമങ്ങളിൽ നടത്തുന്ന ആക്രമണം മൂലം 7 ലക്ഷം പേർ പലായനം ചെയ്തു. എങ്ങനെയുണ്ട്? ഹിസ്ബുള്ളക്കാർ ഇസ്രായേലിനെ ജീവിക്കാൻ സമ്മതിക്കില്ല, അവന്മാര് സ്വസ്ഥമായിട്ട് ജീവിക്കും, അതുമില്ല. മധ്യപ്രദേശ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ സ്ത്രീയോട് നിക്കാബ് മാറ്റാൻ പറഞ്ഞ ഡോക്ടറെ ആശുപത്രിയെയും ഇസ്ലാമിസ്റ്റ് സംഘം ആക്രമിച്ചു. നമുക്കതല്ലേ അറിയൂ. ഹോർമൂസ് കടലിടുക്കിൽ 16 ഇറാൻ കപ്പലുകൾ തകർത്തതായി US നിക്ഷേപിച്ച മൈനുകൾ ഇറാൻ ഉടൻ മാറ്റണമെന്ന് ട്രംപ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ മറവിൽ ഭാരതത്തെ തകർക്കാൻ പദ്ധതി. കാശ്മീരിനെ ജിഹാദിന്റെ സ്ഥിരാകേന്ദ്രമാക്കാൻ അൽ-ഖ്വയ്ദ. യുവാക്കളിലേക്ക് തീവ്രവാദം കുത്തിനിറയ്ക്കുന്നു. പാകിസ്ഥാൻ ഏത് കാലത്താണ് ഈ നമ്മുടെ രാജ്യത്തെ മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളത്? അവരുടെ തീവ്ര വിഭാഗമായിട്ടുള്ള അൽ-ഖ്വയ്ദ കാശ്മീരിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എത്ര നാളായി പണി തുടങ്ങിയിട്ട്. ഹിജാബ് വലിച്ചൂരി ഇറാനിയൻ നാഷണൽ വനിതാ ഫുട്ബോൾ ടീം. അതെ, ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് പാകിസ്ഥാനിൽ സ്കൂളുകളും കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും അടച്ച് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. നിങ്ങൾ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രിയേക്കാൾ വലിയ ആളാണോ പൊതുമരാമത്ത് മന്ത്രി? മറ്റേ വിളിക്കാതിട്ടേ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ. എന്തു ഇതൊക്കെ. കേരളത്തിലല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് മൊണാലിസ. അതെ മൊണാലിസ മോളെ, നീ മുറിയന്റെ കൂടെ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു മോളെ. അതല്ലാതെ നീ ഒരു തട്ടമിട്ട കൊച്ചായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് നിക്കാഹ് കഴിപ്പിക്കുമായിരുന്നോ മോളെ? ഫോണിലെ റമദാൻ പ്രാർത്ഥന അലാറം ഭീതി വരുത്തി. US വിമാനം വഴിതിരിച്ചു വിട്ടു. അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ തന്നെ ആളുകൾ പേടിച്ച് ഓടുവായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരന്റെ ഫോണിൽ റമദാൻ പ്രാർത്ഥനയ്ക്കായി സെറ്റ് ചെയ്തിരുന്ന അലാറം ഇടയ്ക്കിടെ ശബ്ദിച്ചതാണ് പരിഭ്രാന്തിക്ക് കാരണമായത്. ഈ യാത്രക്കാരൻ വിദേശ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നതും പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതും യാത്രക്കാരിലും വിമാന ജീവനക്കാരിലും സുരക്ഷാ ഭീതി ഉണ്ടായി. തിയേറ്ററിനകത്തിരുന്ന് അല്ലാഹു അക്ബർ വിളിച്ചപ്പോൾ ആളുകൾ ഇറങ്ങി ഓടിയത്. മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും ഇഷ്ടമില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക്
ബാലറ്റിലൂടെ പുറത്താക്കാം. അതെ, പക്ഷേ ഇറാനിലെ കൊമേനിയെയോ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നിനെയോ മാറ്റാൻ അവിടുത്തെ ജനത്തിന് കഴിയില്ല. ഇതാണ് വ്യത്യാസം. ഇത് നമ്മുടെ ചാരികസേന ബുദ്ധിജീവികൾ മറച്ചു വെക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മളെടുത്ത് പുറത്തിടുന്നത്. ദുബൈ എയർപോർട്ടിന് സമീപം ചുട്ടരിച്ച ഇറാൻ ഇന്ധന ടാങ്കിലേക്ക് ഇറാൻ ഡ്രോൺ ഇടിച്ചു കയറ്റി. നിങ്ങൾ തമ്മിൽ തല്ലി അങ്ങ് ചാവ്. സോഷ്യൽ മീഡിയ വഴി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 45 പേർ അബുദാബിയിൽ അറസ്റ്റിൽ. തൂക്കിക്കൊന്നേരെ. എന്തിനാണ് രാജ്യവിരുദ്ധരെ? മുസ്ലിം വിദ്യാർത്ഥികളെ പരിഗണിച്ച് ബ്രിട്ടൻ സ്കൂളുകളിൽ പാട്ട്, ഡാൻസ്, ചിത്രരചന എന്നിവയിൽ നിയന്ത്രണ മാർഗനിർദ്ദേശം മുന്നറിയിപ്പ് നൽകി ഇടത് ലേബർ സർക്കാർ. ഇവര് വലിഞ്ഞു കയറിയിട്ട് അവിടെ ഒക്കെ മതവൽക്കരിക്കാൻ ശ്രമിക്കണമെന്ന് നോക്കിയേ. വ്യാജ യുദ്ധ വീഡിയോ. ഇറാൻ അനുകൂല 19 ഇന്ത്യക്കാരെ അറസ്റ്റ്, ജയിലിലടയ്ക്കാൻ UAE ഉത്തരവിട്ടു. അവിടൊക്കെ പോയിട്ടെങ്കിൽ അഹങ്കരിക്കാതെ ജീവിച്ചൂടെ നിനക്കൊക്കെ മര്യാദയ്ക്ക് നാറികളെ. ഇറാന്റെ ചാബഹാർ സൈനിക കേന്ദ്രം അമേരിക്ക ആക്രമിച്ചു. വൻ നാശം. പാക് ഇറാൻ അതിർത്തിയിൽ അനേകം മരണം. കാശ്മീരിൽ ഇന്ത്യൻ സർക്കാർ നവീകരിച്ച മുസ്ലിം ദർഗയിൽ സ്ഥാപിച്ച ദേശീയ ചിഹ്നമായിട്ടുള്ള അശോക സ്തംഭം ഉൾപ്പെട്ട ഫലകം ഇസ്ലാമിസ്റ്റ് സംഘം അടിച്ചു തകർത്തുമാർക്ക് എന്ത് സുഖമാണോ എന്തോ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ദുബൈ ഗർഹൂദ് പാലം അടച്ചു. ഇതറിയാമോ? ശബരിമലയിലെ നിക്കറിട്ടുകൊണ്ട് കയറാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത പെണ്ണായി ഇപ്പൊ ദാണ്ട മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്ത് കാക്കാനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുക. ഇവിടെ നടക്കുന്നത് പോലെ അവിടെയൊക്കെ പറ്റുമോ? ഇന്ത്യയെ അമേരിക്കയുമായി താരതമ്യം ചെയ്ത് കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് ചോദിക്കുവാണ്, 57 മുസ്ലിം മതരാജ്യങ്ങളിൽ ജനാധിപത്യമില്ലാത്തതിൽ താങ്കൾക്ക് പ്രശ്നമുണ്ടോ? ശ്രീജിത്ത് പണിക്കരുടെ ചോദ്യത്തിൽ മേത്തൻ പെട്ടു. ആക്രമിക്കാൻ വരുന്നവരെ പാഠം പഠിപ്പിക്കും. പോരാട്ടം എത്ര കാലം നീണ്ടാലും തുടരും. ട്രംപിന്റെ നീക്കങ്ങൾക്ക് പിന്നാലെ പ്രതികരിച്ച് ഇറാൻ. ഉവ്വ മോദി പോകുന്നതുവരെ കാത്തിരുന്നു, പിന്നെ തിരിച്ചടിച്ചു, വെളിപ്പെടുത്തി ഇസ്രായേൽ. അതെ, മോദിയെ സുരക്ഷിതനാക്കണമല്ലോ. നെതന്യാഹുവിന്റെ പുതിയ വീഡിയോ. ഇത്തവണ ജനങ്ങൾക്കൊപ്പം കൊല്ലപ്പെട്ടു എന്ന വിവാദത്തിന് മറുപടി. എന്ത് നുണയും പറയാൻ ഇന്ത്യയല്ല ഇത്, UAE. ഇറാൻ അനുകൂല വ്യാജ വീഡിയോ, യുദ്ധ വീഡിയോ. UAEയിൽ മലയാളികൾ ഉൾപ്പെടെ 35 പേരെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടയ്ക്കും. തീർത്തേനെ. UAE വ്യോമപാത അടച്ചു, മിസൈൽ ഡ്രോൺ ആക്രമണം. ഹോർമൂസ് തുറക്കാൻ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല എന്ന് ഇന്ത്യ. ഹോർമൂസിൽ ഇന്ത്യൻ കപ്പലിന് തടസ്സമില്ല എന്ന് ട്രംപിന് മറുപടി. പിന്നെ ഞങ്ങൾ എന്തിനാ അതിനെ ചൊല്ലി ഇറാനുമായിട്ട് ചൊറിയുന്നത്? റഷ്യൻ മസ്ജിദിൽ വൻ സ്ഫോടന ശേഖരം. മസ്ജിദിനെ ബോംബ് വെച്ച് പൂർണ്ണമായി തകർത്ത് റഷ്യൻ സുരക്ഷാ സേന. 50ഓളം ഇസ്ലാമിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു. UAEയിൽ തൊഴിൽ ചെയ്തു വന്ന ഇന്ത്യൻ പ്രവാസികൾ ഇറാൻ അനുകൂല UAE വിരുദ്ധ വീഡിയോ പ്രചരിപ്പിച്ചതിന് അറസ്റ്റ്. 23 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഇവരെന്തൊരു കഷ്ടം പിടിച്ച നാറികളാണെന്നേ. എവിടെങ്കിലും ചെന്ന ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിച്ച് പോകണ്ടായോ?